ജന്മാദ്യസ്തോന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേയം കേന്ദ്രിയത് സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ മുഷാ ദാംനാർസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 48 സ്കന്ധം 7-ാം അധ്യായം 48-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. തദ്വൈ പദം ഭഗവത പരമസ്യ പുംസോ ബ്രഹ്മേദിയത് വിദുരജസുഖം വിശോകം സത്യനിയമ്യതയോ യമകർത്തഹേതിം യക്യുസ്വരാടിവ നിപാന ഖനിത്രമിന്ദ്ര. ഇവിടെ ഭക്തിയോഗത്തിൽ കൂടിയുള്ള ഉപാസനയ മറ്റ് ഉപാസനകളിൽ നിന്ന് ഒട്ടും കുറവല്ല എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. ധ്യാനമായിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താണ് നേടുക എങ്കിൽ ഈശ്വര പ്രസാദം വേറൊന്നുമില്ലല്ലോ, നേടാനില്ല. അത് ശരിക്കും ഭക്തിയോഗം കൊണ്ട് നമുക്ക് കിട്ടും. ഭക്തിയോഗം എന്ന് പറയുന്നതൊരു കുറഞ്ഞ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് യോജിച്ചതാണെന്ന് പറയുന്നതുകൊണ്ട് ചിലർ അത് കുറഞ്ഞ കാര്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നതിൽ ഒരു ശരിയല്ല. അത് മറ്റുള്ളവർ ഏത് രീതിയിൽ എത്തുന്നോ അതേ സ്ഥലത്ത് ഈ മാർഗമാണ് മാത്രമേ ഉള്ളൂ. ശരണെ കിട്ടുന്ന ഒരേ സംഗതിയാണ് എല്ലാവർക്കും, അത് കിട്ടുന്നു. അത് ഏതുപോലെ ജക്യു സ്വരാടിവ നിപാന ഖനിത്രമിന്ദ്ര. സ്വരാട് പറഞ്ഞാൽ അവിടെ ഇന്ദ്രൻ എന്നർത്ഥമാണ്. സന്ദർഭത്തിനനുസരിച്ചാണ് വാക്കുകൾക്ക് അർത്ഥം. ഇന്ദ്രന് ലേശം വെള്ളം കിട്ടാൻ എന്താ മാർഗം എന്ന് ചോദിച്ച് ഒരു കൈക്കോട്ടെടുത്ത് കുഴിക്കേണ്ട ആവശ്യമോ കിണർ കുത്തേണ്ട ആവശ്യമോ ഇല്ല. മഴയുടെ അധിപനാണ്. മഴയുടെ അധിപന് വെള്ളം അന്വേഷിച്ച് പോകണ്ടോ? അതേപോലെ ഈശ്വരൻ നമ്മുടെ ആ ഒരു അധീനതയിലായാൽ പിന്നെ വേറെ യാതൊന്നും നമുക്ക് ശ്രേയസ്സിന് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. നിപാന ഖനിത്രമിന്ദ്ര. ഖനിത്രം എന്ന് പറഞ്ഞാൽ ശരിക്ക് കൈക്കോട്ട് അല്ല, കുഴിക്കാനുള്ള ആയുധം എന്നർത്ഥമാണ്. എന്തെങ്കിലുമൊക്കെ കുഴിക്കാനുള്ള ആയുധം എടുത്തിട്ട് വെള്ളം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഖനിത്രം കൈക്കോട്ട് അല്ലെങ്കിൽ കുഴിക്കാനുള്ള ആയുധം പിക്കാക്സൊക്കെ ആവാം. അതും എടുത്ത് നടന്ന് വെള്ളം കുഴിച്ചുണ്ടാക്കേണ്ട ആവശ്യം ആർക്കില്ല? ഇന്ദ്രനില്ല. അപ്പോൾ ഈ ദൈവാധീനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ലെവലിൽ ഓരോന്നാണ്. എല്ലാവർക്കും ഒരേ ലെവലിലല്ല അത്. നമ്മൾ വായിക്കും ദൈവാധീനം ഉണ്ട്, എന്താ അപ്പം എനിക്ക് ദൈവാധീനം, അത്ര ദൈവാധീനമൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, എനിക്കെന്താ അപ്പോൾ എപ്പോഴും അതങ്ങനെയല്ല. ദൈവാധീനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പരിധിയിലുള്ള നിലയ്ക്ക് ഓരോ ലെവലിലാണ് അത് കണക്കാക്കുന്നത് എന്നർത്ഥം. രോഗമില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദൈവാധീനമാണ്. പലരും അത് കാണുന്നില്ല. എനിക്ക് പൈസ ഇല്ല, ഞാൻ കോടീശ്വരനായില്ല, ലക്ഷക്കണക്കിന് പൈസ, രോഗം ഉണ്ടായിട്ട് എന്താ ആ പൈസ ഉണ്ടായിട്ട് കാര്യം? ഒന്ന് രോഗമില്ലാണ്ടിരിക്കുക, പിന്നെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ മുടങ്ങാണ്ട് പോവുക, മനഃശല്യം ഇല്ലാണ്ടിരിക്കുക, അതൊക്കെ തന്നെയാണ് ഈ ദൈവാധീനം. ഒരു വ്യക്തിയുടെ ലെവല് അല്ലെങ്കിൽ നിലവാരം വെച്ച് മറ്റൊരു വ്യക്തിയെ അളക്കാൻ പാടില്ല. എന്തായാലും അത്തരം ദൈവാധീനം എല്ലാവർക്കും ഈ അവതാര കീർത്തനങ്ങളെ കൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം വന്നത്. സശ്രേയസാം അഭിവിഭുർ ഭഗവാൻ യഥോസ്യ ഭാവസ്യ ഭാവവിഹിതസ്യ തദപ്രസിദ്ധി ദേഹേ തഥാതി വിഗമയാനുവിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യതേജാം. ആത്മാവിൻ്റെ സ്വരൂപം ഒന്നതിൽ വർണ്ണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? സശ്രേയസാം അഭിവിഭുർ ഭഗവാൻ ഭാവസ്യ
വാക്കിൻ്റെ അർത്ഥം മഹത്തത്വാദികൾ എന്നാണ്. ലോകത്തിലത്തെ എന്തുകൊണ്ടാണോ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഘടകങ്ങളൊക്കെ തുടക്കമാണ് ഭാവസ്യ. മഹത്തത്വം മുതലായത് കൊണ്ട് സൃഷ്ടിച്ചു. അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, അതാണ് അതിൻ്റെയൊക്കെ തുടക്കം. ഇവിടെ ചുരുക്കത്തിലൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഭാവസ്യ, സൃഷ്ടിഘടകങ്ങൾ. ഇപ്പം എന്തുകൊണ്ടൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഭാവസ്യ, മഹതാദികളുടെ പരിണാമത്തിൻ്റെയും ഭാവവിഹിതസ്യ, പരിണാമത്താൽ നിർമ്മിക്കപ്പെട്ടതായ ഈ പ്രപഞ്ചവും. 3 കാര്യമാണ്: മഹത്വത്വം, മഹത്വത്തുകളുടെ മാറ്റം, അതിനാ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം. ഭാവസ്യ ഭാവവിഹിതസ്യ, ഭാവം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച ഘടകങ്ങൾ, മൂലകങ്ങൾ, വസ്തുക്കൾ എന്നൊക്കെ പറയാം. ഭാവവിഹിതസ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണാമം, അതിനാ സൃഷ്ടിക്കപ്പെട്ടതായ സദാ അസ്യ, അസ്യ ഇതിൻ്റെ, ഏതിൻ്റെ? ഈ കാണുന്ന പ്രപഞ്ചം എന്നർത്ഥം. അസ്യ. അപ്പം ഇതിൻ്റെ മുഴുവൻ ഉൽപ്പത്തി ഏതൊരു ഭഗവാനിൽ നിന്നാണോ ദേഹേ സ്വധാതു വിഗമേ അനുവിശീര്യമാണ്. ആ ഭഗവാൻ ഏതിൽ നിന്നാണോ ആ ഭഗവാൻ, അല്ലെങ്കിൽ ആത്മാവ്, അത് ആത്മാവിൽ നിന്ന് ഭിന്നമല്ല, ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല ആത്മാവ്, ആത്മാവിൽ നിന്ന് ഭിന്നമല്ല ഭഗവാൻ. ശരീരം നശിക്കുമ്പോൾ ദേഹേ സ്വധാതു വിഗമേ അനുവിശീര്യമാണ്. ശരീരം നശിക്കുമ്പോൾ, ദേഹം നശിക്കുമ്പോൾ സ്വധാതു വിഗമേ അനുവിശീര്യമാണ് എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നുണ്ടായോ അതിലേക്ക് ലയിക്കുമ്പോൾ, പഞ്ചഭൂതങ്ങളിൽ ലയിക്കും എന്നാണ് കണക്ക്. അതാണ് ഇവിടെ സ്വധാതു വിഗമേന്ന് പറഞ്ഞത്. ഭൂമി, വെള്ളം, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരം സൃഷ്ടിച്ചു. ആ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു. അതിന് ശരീരം ഇല്ലാണ്ട് ഉണ്ടാവണ സംഗതി. ആകാശം എന്ന് പറയുന്നത് ഒഴിഞ്ഞ സ്ഥലമാണ്. ശരീരത്തിൽ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അത് ആകാശത്തിൽ ലയിക്കുന്നു. അഗ്നി അഗ്നിയിൽ ലയിക്കുന്നു, വായു വായുവിൽ ലയിക്കുന്നു, ഭൂമി ഭൂമിയിൽ ലയിക്കുന്നു. ഒക്കെ അതാത് ഭൂതങ്ങളിൽ ലയിക്കുന്നു. കുടം ഒന്നങ്ങനെ ഇട്ട് പൊട്ടിക്കുന്നതാണ്, അത് ആകാശത്തിൽ ലയിക്കുന്നു. വെള്ളം വെള്ളത്തിൽ ലയിക്കുന്നു. കത്തിക്കാണല്ലോ, അപ്പോൾ അഗ്നിയിൽ ലയിക്കുന്നു. 5 ഭൂതങ്ങളും ഈ ശരീരം സംസ്കരിക്കുമ്പോൾ അവിടെ വരുന്നുണ്ട്. അതിനാണ് വെള്ളം ഇല്ലാണ്ട് വരുന്നതുകൊണ്ട് വെള്ളം ഒരു കുടത്ത് കൊണ്ടുപോയി അത് പൊട്ടിക്കുന്ന കാണാം. അപ്പോൾ വെള്ളത്തിന് വെള്ളമായി, അഗ്നിക്ക് അഗ്നി. അവിടെ ഉണ്ട്, ഭൂമിയിലാണ് ദഹിപ്പിക്കുന്നത്. ഭൂമിയുണ്ട്, വായുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. ശരീരം പഞ്ചഭൂതമാണ്. വ്യോമേവ തത്ര പുരുഷോന വിശീരതേത്ര. അങ്ങനെ വരുമ്പോൾ ആകാശത്തിനെ പോലെ ഈ അവിടെ പുരുഷൻ ആത്മാവാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ന വിശീര്യതേ, നശിക്കുന്നില്ല. നേരത്തെ അവതാരങ്ങളിൽ കൂടെ പറയപ്പെട്ട ആ ഭഗവാൻ ആ ഭഗവാൻ ശരീരം നശിക്കുമ്പോഴും നശിക്കാതെ അനശ്വരമായിട്ടുള്ള ആത്മാവായി നിലകൊള്ളുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചില്ലാതാവുമ്പോഴും വ്യോമേവ, ആകാശത്തിനൊരിക്കലും നാശമില്ലല്ലോ, അതേപോലെ നിലകൊള്ളുന്നു. സ്വയന്തേ ഭിതത്താത ഭഗവാൻ വിശ്വഭാവന സമാസേന കരേരന്യതന്യസ്മാൽ. ഏ വത്സ, വിശ്വഭാവന, ജഗത്തിൻ്റെ കാരണഭൂതനായ സ അയം ഭഗവാൻ, ഈ ഭഗവാൻ സമാസേന, സംഗ്രഹമായിട്ട്, തേ അഭിഹിത, നിന്നോട് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞു. പാസീവ് വോയിസ് ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് പറയപ്പെട്ടു, ഞാൻ നിന്നോട് പറഞ്ഞു എന്നർത്ഥം. പറഞ്ഞു. സമാസേന, വളരെ ചുരുക്കത്തിൽ ഈശ്വരകാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് ചുരുക്കം. ഞാൻ നിന്നോട് പറഞ്ഞു. സമാസേന ഹരിയുടെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ നിന്നോട് ഞാൻ പറഞ്ഞു. കാര്യത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന, ഹരിയിൽ നിന്ന് അന്യമായിട്ടും ഒന്നും ഇല്ല. ബാഹ്യമായി കാണപ്പെടുന്ന കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ.
കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ല എന്നർത്ഥം. ഇതാണ് കാര്യം, പ്രപഞ്ചം. എന്താണ് കാരണം? ഭഗവാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നുണ്ടായി, അതാണ് ഭഗവാൻ. ഏതുണ്ടായി? പ്രപഞ്ചമുണ്ടായി. അത് രണ്ടും രണ്ടല്ല. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ഈശ്വരനാണ് എന്നതാണ് അദ്വൈത സിദ്ധാന്തം. രണ്ടും രണ്ടല്ല. സത്യത്തിൽ ഒരു അധ്യാസം കൊണ്ട് നമുക്ക് തോന്നുകയാണ്. അധ്യാസം എന്ന് പറഞ്ഞാൽ അഭ്യാസമല്ല, അധ്യാസം, തോന്നൽ എന്നർത്ഥം. തോന്നുകയാണ് പ്രപഞ്ചമാണ്. ഒരു തരം എന്താ പറയേണ്ടത്, ഒരു ഇമാജിനേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു മായ പോലെ, ഒരു ഫാൻസി പോലെ ഒന്നിനെ മറ്റൊന്നായിട്ട് നമുക്ക് തോന്നുന്നതാണ് പ്രപഞ്ചമെന്നാണ് ജ്ഞാനികളും അറിവുള്ളവരും പറയുന്നത്. ഇതിനെപ്പറ്റി പറയുന്ന ഗ്രന്ഥത്തിന് ഭാഗവതം എന്ന് പറയാം. ഇതം ഭാഗവതം നാമയന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേ തത് വിപുലീകുരു. ഈ ഭാഗവതം എന്ന് പറയുന്നത് ഈശ്വരനെക്കുറിച്ചുള്ള ഇങ്ങനത്തെ പ്രതിപാദ വിഷയമാണ്. അത് ഞാൻ സംഗ്രഹമായിട്ട് നിന്നോട് പറഞ്ഞു, ചുരുക്കിയിട്ടേ പറഞ്ഞുള്ളൂ. ത്വമേ തത് വിപുലീകുരു, നിനക്ക് കഴിയുന്ന വിധം അത് വിസ്തരിച്ചോളൂ. ലോകത്തിൽ വ്യാസനോട് വിസ്തരിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഉണ്ടാക്കിയത്. ആ നാരദൻ വ്യാസനെ വിസ്തരിച്ചു കൊടുത്തു. വ്യാസനത് 18,000 ഗ്രന്ഥാക്കിയിട്ട് മാറ്റി ഇപ്പം കാണുന്ന ഭാഗവതാക്കി മാറ്റി. കൊണ്ട് നാരദ, നിനക്ക് ചുരുക്കമായി ഞാൻ പറഞ്ഞു, അത് നീ വിപുലീകരിച്ചോളൂ. സംഗ്രഹോയം വിഭൂതീനാം ത്വമേത് വിപുലീകുരു. എങ്ങനെ വർണ്ണിക്കണം? യഥാ ഹരൗ ഭഗവതി നാം ഭക്തിർ ഭവിഷ്യതി. ഹരൗ ഹരിയിൽ, ഹരൗ ഹരിയിൽ, ഹരേ ഹരി പല തരത്തിലുള്ള ഇതാണ്, വിഭക്തികളാണ്. ഹരൗ ഹരിയിൽ ഭഗവതി ഹരോ യഥാ ഭക്തിർ ഭവിഷ്യതി. ഭഗവാനാകുന്ന ഹരിയിൽ എങ്ങനെ ഭക്തി ഉണ്ടാകുമോ ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, അതേപോലെ സർവാത്മന്യഖിലാധാര ഇതി സങ്കല്പ്യ വർണ്ണയ. അഖിലാധാര, എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്ന ആ ഭഗവാനിൽ നല്ലപോലെ പ്രേമം ഉണ്ടാക്കത്തക്ക വിധം ജനങ്ങൾക്ക് എങ്ങനെയായാൽ ഭക്തി ഉണ്ടാവും. യഥാ ഹരൗ ഭഗവതി നൃണാം സർവാത്മനഖിലാധാര ഇതി സങ്കല്പ്യ വർണ്ണയ. ആ ഭക്തി ഉണ്ടാക്കത്തക്ക വിധം നീ വർണ്ണിച്ച് ഭൂമി കൂടെ അങ്ങനെ ഇതെല്ലാവരോടും പറഞ്ഞു കൊടുക്കുക എന്ന് അച്ഛൻ മകനായ നാരദനോട് ഉപസംഹരിക്കുകയാണ്. നൃജന്മനിന തുഷ്യേത കിങ്കായമനു നശ്വരേ കൃഷ്ണേ യദ്യപവർഗേശേ ഭക്തിസ്യാദനവായിനി. നൃജന്മനി, ഈ ശ്ലോകം ചിലപ്പോൾ ചില ഗ്രന്ഥത്തിൽ കാണില്ല കേട്ടോ, ചിലത് വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യജന്മത്തിൽ ഭഗവാൻ ന തുഷ്യേത യതി, ഭഗവാൻ സന്തോഷിക്കയില്ലെങ്കിൽ, കായം ശരീരത്തോടു കൂടെ, നശ്വരീഹി നശിക്കുന്ന ധർമാദികൾ കൊണ്ട് എന്ത് ഫലം. ഇവിടെ ഭാഗവതവും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നും കൂടി വ്യക്തമാക്കിയിരിക്കണം. എന്നുവെച്ചാൽ പുരുഷാർത്ഥങ്ങൾ നേടലാണ് ഭാഗവതം വരെ ഉണ്ടായിരുന്ന പരമലക്ഷ്യം. ഭാഗവതം വരെ എപ്പോൾ ഈ ഭാഗവതം ഉണ്ടായോ അപ്പോൾ പുരുഷാർത്ഥത്തിനല്ല വല്ലാതെ പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് എത്രയായാലും പൂർണ്ണമാവില്ല. ഒരാൾ ജീവിച്ചു, എന്തൊക്കെയാണ് വേണ്ടത് അത് മുഴുവനൊക്കെ നേടിയിട്ട് ഇവിടുന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇനി മരിക്കുമോ? അത് അപൂർണ്ണമാവുള്ളൂ. ഒന്നുമില്ല, കുട്ടമുണ്ടാവില്ല, കുട്ടമുണ്ടായാലും നേരെയാവില്ല, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിച്ച പോലെ ആവില്ല. അങ്ങനെ വരൂ. അപ്പോൾ പുരുഷാർത്ഥങ്ങളാണ് ജീവിത ലക്ഷ്യം. ഇവിടെയൊക്കെ നേടാണ്ട് പിന്നെ ഇപ്പം എന്തിപ്പോൾ ഈ പരലോകത്തേക്ക് ഇവിടുത്തെ ഇതൊക്കെ വെറുതെ ശരിയല്ലാത്ത വാദമാണ്. ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണ്ടേ അന്നത്തെ ലോകം? ഇത് കഴിയണം. ഇതുണ്ടോ നേരെ വീണു? ആർക്കും തെറ്റിദ്ധാരണ വേണ്ട കേട്ടോ, ഇത് നേരെയാവില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും നേരെയായി ഉണ്ടെച്ചാൽ അത്ഭുതപ്പെടും വേണ്ട. നേരെയായി എന്ന തോന്നൽ ഉണ്ടെങ്കിൽ അത് ശാശ്വതമാവുമെന്നും വിചാരിക്കേണ്ട. അതാ മുന്നറിയിപ്പ്. അടുത്ത നിമിഷത്തിൽ മറിയും. ആ ഒരു റിസ്ക് ഫാക്ടറെങ്കിലും ഉണ്ട്. അറിയില്ല പറയാൻ പറ്റുമോ? ഇപ്പോൾ ശരി, ആരുടെ കാറ്റ് എപ്പോഴാണ് പോവാന്ന് ആർക്കറിയാം? പറയാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും ഈ പുരുഷാർത്ഥങ്ങൾ അപൂർണമാണ്.
അത് നേടി എന്ന് വിചാരിച്ചിട്ട് എന്താണ് കാര്യം? കിം കായമനു നശ്വരൈഹി, നശ്വരമായിട്ടുള്ള ഈ ശരീരത്തിലിരുന്നത് ഞാനത് നേടി ഇത് നേടി എന്ന് പറഞ്ഞാൽ ആ നേടലും നശ്വരം തന്നെയല്ലേ? ശരീരം നശ്വരാണ്, അതുകൊണ്ട് നേടിയതും നശ്വരല്ലേ? എല്ലാം ഇവിടെ ഇട്ട് പോകണ്ടേ? ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ നേടിയാലും അത് ഇവിടെ ഇട്ട് പോകണം, വേണ്ടേ? ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. അതിനെ വല്ലാതെ തലയ്ക്ക് കയറ്റി വയ്ക്കാതിരിക്കൂ. കൃഷ്ണേ യത്യപവർഗേശേ ഭക്തി സ്യാദനപാഹിനി, ആ കൃഷ്ണനിൽ അപാരമായിട്ട് നശിക്കാത്തതായ ഭക്തി ഉണ്ടാക്കും എങ്കിൽ അതന്നെയല്ലേ ശാശ്വതം. നശ്വരങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് എന്ത് ബലം? കൃഷ്ണേ യത്യപവർഗേശേ ഭക്തി സ്യാദനപാഹിനി, യാതൊരു വിധത്തിലും അപകടമില്ലാത്ത നാശമില്ലാത്ത അപവർഗത്തിൻ്റെ മോക്ഷത്തിൻ്റെ, അപവർഗം മോക്ഷം, മോക്ഷത്തിൻ്റെ ഈശനായ കൃഷ്ണനിൽ അടിയുറച്ചതായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് നേടുന്ന പുരുഷാർത്ഥങ്ങളെ കൊണ്ട് എന്ത് കാര്യം? ആ പുരുഷാർത്ഥങ്ങൾ നേടിയില്ലെങ്കിൽ എന്ത് നഷ്ടം ചോദിക്കുകയാണ് ഇവിടെ. അതൊക്കെ ഭാഗവത്തിൻ്റെ ചില പ്രധാന പോയിൻ്റാണ്. ഭാഗവത്തിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. നൃജന്മനി ന തുഷ്യേത കിം കായം അനുനശ്വരൈ, നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നേടിയ ഈ ലോകത്തിലത്തെ കാര്യങ്ങൾ നൃജന്മനി മനുഷ്യജന്മത്തിൽ എന്ത് കാര്യം? കൃഷ്ണേ യത്യപവർഗേശേ ഭക്തി സ്യാത് അനപായിനി, കൃഷ്ണനിൽ അനപായിനി ആയിട്ടുള്ള ഭക്തി ഉണ്ടാകും എങ്കിൽ ഈ പുരുഷാർത്ഥങ്ങളെ കൊണ്ട് എന്ത് നേടാനാണ്? പുരുഷാർത്ഥങ്ങളില്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടാനാണ്? അവിടെയാണ് നമ്മളൊന്ന് ഊന്നേണ്ടത്. എന്തെങ്കിലുമൊക്കെ നേടിയില്ലാച്ചാൽ ദുഃഖിക്കണ്ട, എന്തെങ്കിലും നേടിച്ചാൽ അഭിമാനിക്കും വേണ്ട. ഒന്നുമല്ല ഇതൊന്നും. പിന്നെന്താ? എല്ലാം കൃഷ്ണേത്യപവർഗേശേ ഭക്തി സ്യാദനപായിനി, സർവേശ്വരനായിരിക്കുന്ന കൃഷ്ണനുള്ള ഭക്തി ഉണ്ടാവുക. കണ്ണടച്ച കൃഷ്ണൻ്റെ രൂപം മനസ്സിനുണ്ട് വരിക. പിന്നെ അവർക്ക് ദുഃഖമുണ്ടോ? എന്ത് ദുഃഖം അവർക്കുണ്ടാവുക? ദാരിദ്ര്യം ഉണ്ടാവാം, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും, രോഗങ്ങളുള്ള മഹാന്മാരുണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അത് ഒക്കെ പുരുഷാർത്ഥങ്ങളല്ലല്ലോ ശരിക്കും പറയാ. പുരുഷാർത്ഥ നിഷേധ, പക്ഷേ കുഴപ്പമില്ല, എന്നാൽ അവർക്ക് കണ്ണടച്ചാൽ ഈശ്വരനെ കാണാം. അതെല്ലാവർക്കും കിട്ടില്ല കേട്ടോ. അത് വളരെ കുറച്ച് മാത്രം ആൾക്കാർ കിട്ടുന്ന മഹാഭാഗ്യമാണ്. പുരുഷാർത്ഥങ്ങളെക്കാൾ മീതയാണ് പട നേടണതാണ് പുരുഷാർത്ഥം. അതിനേക്കാൾ മീതയാണ് കണ്ണടച്ച ഈശ്വരനെ കിട്ടാറായാൽ കഴിഞ്ഞു, അയാളുടെ ജന്മസാഫല്യായി എന്നാണ് ഇവിടെ പറഞ്ഞത്. കിം സ്യാത് വർണ്ണാശ്രമാചാരേ കിം ദാനേ കിം തപസ്സുതൈ സർവാഘഗ്നോത്തമശ്ലോകേ ഭക്തിരതോക്ഷജേ. സർവാഘഗ്ന, അഖം പാപം, അതിനെ ഇല്ലാണ്ടാക്കണം. അകഗ്നം, എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് അജ്ഞാനത്തെ സംഹരിക്കുന്ന കീർത്തിയോട് കൂടിയതും, അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കുന്ന കീർത്തിയോടുകൂടി അതോക്ഷജേ ഭഗവാനിൽ ഭക്തി ന ചേത്. നേരത്തെ പറഞ്ഞത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് പറയണം. ഭക്തി എല്ലാം ഉണ്ടാക്കും, ഭക്തി ഇല്ലെങ്കിലോ അതും കൂടി പറയണം. കൃഷ്ണയെ ദാനേ കിന്തപശ്യുതേ, ദാനങ്ങളെ കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ എന്ത് കാര്യം? എങ്ങനെയാണെങ്കിൽ സർവ അകഗ്നോത്തമ ശ്ലോകേ, അകഗ്നം പാപം നശിപ്പിക്കുന്ന ഭഗവാനിൽ ന ചേത് ഭക്തി, ഭക്തിയില്ലെങ്കിൽ അതോക്ഷസൻ ഭഗവാൻ, എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കുന്ന ഭഗവാനിൽ ഒന്ന് ഭക്തി ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ഗുണമുണ്ടെങ്കിലും ബഹുമാനിക്കത്തക്കതല്ല. നമ്മൾ ബഹുമാനിക്കാറില്ല, ഇനി ആരും ബഹുമാനിച്ചാലും. കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ അവരുടെ കൂടെ നടന്നു എന്ന് വരുന്നില്ലാണ്ട് അതൊന്നും അതിനൊന്നും നമുക്ക് ഈ കിട്ടുന്ന ആനന്ദമൊന്നും അവർക്ക് കിട്ടില്ല. പൈസയാക്കട്ടെ ഭൗതിക ഐശ്വര്യമാകട്ടെ കിട്ടില്ല. ഒരു ലൗകിക ചിന്താഗതിക്കാർക്ക് ആത്മീയത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നിർവൃതിനെ പറഞ്ഞറിയിക്കാനും കൂടി പറ്റില്ല. എന്നിട്ട് വേണ്ടേ കിട്ടാൻ? എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കുന്ന ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാനെ മനസ്സറിഞ്ഞിട്ട് കൃഷ്ണന്ന് വിളിക്കാറാവുക, ഭഗവാന്റെ നാമം ജപിക്കുക, കണ്ണാണ്ടടച്ചാൽ ഭഗവാന്റെ രൂപം കാണുക, ആ ഭഗവാന്റെ അസ്തിത്വത്തിനെ കുറിച്ച് ശരിക്കും മനസ്സിൽ തെളിഞ്ഞു വരിക, എല്ലാം മറക്കാനായിട്ട് സാധിക്കുക. അതുണ്ടല്ലോ. പറയുകയാണ് ഈ ലോകത്തിലത്തെ ഒരു സുഖത്തിനും
അത് തുല്യമല്ല. കാരണം സർവാഗഗ്ന ഉത്തമ ശ്ലോകി, എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കുന്ന ഭഗവാൻ, അധോക്ഷജനായിട്ടുള്ള ഭഗവാൻ, ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാതായിട്ടുള്ള ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ, ഭക്തി വിശ്വാസവും വഴിപാട് ചെയ്യലൊന്നുമല്ല. ഞാൻ എല്ലാ മാസവും 1000കണക്കിന് ഉറുപ്പ്യ കൊടുക്കുന്നുണ്ട്, അത് ഭക്തിയൊന്നുമല്ല. 1000കണക്കിന് ഉറുപ്പ്യ കൊടുക്കാത്തവൻ ഭക്തിയില്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുന്നു ഇതാണ് ഭക്തി, ഇതാണ് ഭക്തി. ആ ഭക്തിയുടെ നിർവചനം വളരെ വലിയൊരു നിർവചനമാണ്. എല്ലാ പ്രപഞ്ച കാര്യങ്ങളോടുമുള്ള ഉപേക്ഷയാണ് ഭക്തി എന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. ഭജ്യതേ അനേന ഹൃദയഗ്രന്ഥി ഇതി ഭക്തി. ഹൃദയഗ്രന്ഥി ലോകത്തിനോടുള്ള കെട്ടുപാട്, അതിൽ നിന്ന് മുക്തനാവുക, അതാണ് ഭക്തി. ആർക്കുണ്ട്? എല്ലാം ഓരോന്ന് നേടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് ചിലർ കൊടുക്കണം. ചിലരുടെ ഒരു കഥ അങ്ങനെ, വേറെ ചിലരൊന്നും കൊടുക്കാതെ കട്ടിട്ട് നേടുന്നു, അങ്ങനെയുണ്ട്, കാണാറുണ്ട് അല്ലേ? ഇതൊക്കെ ഭക്തിയാണോ? അപ്പോൾ അതുകൊണ്ട് ഇതല്ല ഭക്തി. ലീലാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യാനുമോദിതോ ശുണ്ണത ശ്രദ്ധയാ നിത്യമായ ആത്മാനമുഖ്യതി. ഈ പറഞ്ഞ ഭാഗവത തത്വങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക, പറയുക, അതൊക്കെ ചെയ്താൽ അവർ മായയിൽ കുടുങ്ങില്ല. മായയ്ക്ക് അതീതമായിട്ട് ചിന്തിക്കാനും ജീവിക്കാനും അവർക്ക് കഴിയുമെന്നും പറഞ്ഞിട്ട് അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സപ്തമോധ്യായ. ബ്രഹ്മോവാച യത്രോദ്യദക്ഷിതലോദ്ധരണായ വിപ്രക്രൗഡിംഗനും സകലയജ്ഞമൈമനന്ദ അന്തർമഹർണവ ഉപാരതമാതിദൈത്യം തം ദംഷ്ടയാദ്രിമിവ വജ്രധരോധധാര. ജാതോരുജയരജനയർത്തിമാൻസിയജ്ഞ ആകൂതിസൂനരമരാനത ദക്ഷിണായാം ലോകത്രയർച്ചമഹധീമകരൽ യഥാർത്ഥിം സായം ഭുവേന മനുനാകരിത്യനുക്ത. യജ്ഞേരകർത്തമഗൃഹേടുജദേവഹൂത്യാന്തിഭിസ്തമം നവവിരാത്മഗതിം തമാത്രേ ഊരേ യയാത്മസമലം ഗുണസംഗപംഗമസ്മിൻ വിദൂയ കപിലസ്യ ഗതിം പ്രഭേദേ. അത്രേരപത്യമഭികാംക്ഷതാകതൃട്ടോ ദത്തോ മയാഹമിതി യത് ഭഗവാൻ തദത്താ യത്പാദ പങ്കജപരാഗപവിത്രദേഹ യോഗത്തിമാപുരുഭയും മെതുകൈഹയാദ്യ. തത്തം തപോ വിവിധലോകത്തിട്ടയാമേ ആദോർത്തനാത്വതപസസ്തചതസ്സനോ ശതുസ്സനോ ഭൂം പ്രാകൽപ്പതം പ്ലവ വിനട്ടമികാത്മതത്വം സമ്യജ്ജഗാധവിനയോ യഥചക്ഷതാത്മൻ. ധർമ്മത്യദക്ഷരുഗതർ യജനിഷ്ടമൂർത്തിയാം നാരായണോ നരൈതിസ്തതപപ്രഭാവ ദൃഷ്ടാത്മനോ ഭഗവതോ നിയമാബലോപം ദേവ്യത്തനംഗപ്രതനാകടിതന്നശേകു. കാമന്തഗന്ധി കൃതിനോ നനുരോട്ടദിട്ട്യാരോഷം ദഗന്ധമുദതേന ദഗന്ധന്ധ്യസഖ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേദി കാമക്കതന്നു പുനരസ്യ മനശ്രേത. വിദ്യസ്തവത്നുരുതപത്രിവിരന്തിരാജ്ഞോ പാരോപിതന്നുപഗതത്തപതേവരാണീ തസ്മാദം ദ്രുപഗതിങ്കണദേ പ്രസന്നോ ദേവ്യാത്തുമന്ദിമുനയോ യജപര്യദത്താത്. യത്പേനമുത്പതഗതം ദ്വിജവാക്യപര്യ വിപ്ലുട്ടപൗരുഷഭഗന്നിരേ പദന്തം താത്വാത്തിദോ ജഗതി പുത്രപതഞ്ജലേഭേ ദഗ്ധാവസൂനിമതദാതകലാനിയേന. നാഭേർ അസാരിഷഭാതതു ദേവസൂനു യോപേച്ഛാര സമുദ്രഞ്ജടയോഗചര്യാം യത്പാർമകം തമിഷയ പദമാമനന്ദി സ്വത്തപ്രശാന്തകരണ പരിമുക്തതംഗ. സത്രേ മമാത ഭഗവാൻ അയശീരഷാദോ തട്ടർത്ഥയജ്ഞപുരുഷത്തവനീയവർണ ഛന്ദോമയോ മഖമയോ അഖിലദേവതാ മാ വാചോ ബഭൂരുഷധി ശതദോസ്യനസ്ത. മത്സ്യോ യുഗാന്തതമയേ മനനോപലബ്ധക്ഷോണീമയോധികില ജീവനികായകേത വിത്തം തിദാനുരുഭയേതരിളേ മുഖാന്മേ ആദായ തത്ര വിജഹാരഹ വേദമാർഗാൻ. ക്ഷീരോദദഃ വമരദാനവയൂതപാനാമുന്മത്തതാമൃതലബ്ധയാദിദേവാ പിട്ടേന കച്ചപപുർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിഭർത്തകഷാണ കണ്ടു.
ത്രൈപിട്ടപോരുപയകാശസിംഹരൂപം കൃത്വാ ഭ്രമപ്രകുടിതം ട്രകരാളഭക്രം ദൈത്യേന്ദ്രമാശുഗതയാ വിപതന്തമഹാരാദൂരോ നിബദ്ധവിദധാരനകേത്പുരന്തം. നരസിംഹാവതാരം. അന്തസ്വരത്തുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂതപതിമംബജ അംബുജഹാർത്ത ആഹേതമാദിപുരുഷാഖിലലോകനാഥ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ ശുദ്ധാകരിത്തമരണാർത്തിനമപ്രമേയ ചക്രായുധപദകരാജഭുജാതിരൂഢാ ചക്രേണ നക്രവദനം വിനിമട്ടതത്മാൻ അത്തയ പ്രകൃത്യ ഭഗവാംഗഭയോ ജഹാരാം. യചേന്ദ്രമോക്ഷം ജയാൻ ഗുണേരവരജോ പരിതേതാനാൻ ലോകാംബിചക്രമ ഇമാന്യക്ഷമാം വാമനേന. വാമനാവതാരം. ജഗൃഹേ ത്രിപദച്ഛലേന യാജ്ഞാമൃതേ പതിശരൻ പ്രഭുഭിർനജാല്യ നാർത്തോബലേരയമുരുക്രമപാദശൗചമാപസ്തിഘാതവധോ വിപദാധിപത്യോ വേ പ്രതിശ്രുത മൃതേ നവിഗേട്ടധന്യത മാനമംഗചരതോ കരയേഭിമേനെ തുപ്യഞ്ജനാരദവൃഥം ഭഗവാൻ വിവൃത്തഭാവേന സാധുപരിതുഷ്ടൗ വാചയോഗം ജ്ഞാനഞ്ച ഭാഗവതമാത്മസതത്വദീപം യദ്വാസുദേവ ശരണാവിചരഞ്ച സേവാ. ചക്രഞ്ചതിക്ഷവിഹിതം വിഹതം ദശതുസ്തേജോ മന്വന്തലേഷമനവം ശതരോ ബിഭർത്തിയുട്ടേഷു രാജസുതമം പരതാർത്ഥകീർത്തിം ദത്തേത ഭൃട്ടൗഷധിം വധഞ്ചരിത്രൈ. ധന്യന്തരിച്ച ഭഗവാൻ ദയമേവ കീർത്തർനാംന പുരുഷാനുജാശകന്തി യജ്ഞേച ഭാഗമൃതായുരവോവരുന്ധ അമൃതായുരവാവരുന്ധ ആവിശ്ചവേദമനുഷാ അവതീര്യലോകേ. ക്ഷത്രം ചെയ്യായ വിധിനോപഭൃതം മഹാത്മാ ബ്രഹ്മത്രകുച്ചിത പഥം നരകാർത്തലിത്തോ ഉദ്ദന്നത വവനി കണ്ടകമുഗ്രവീര്യ ത്രിസത്തകൃത്തൗരുധാര പരശ്വതേന. പരശുരാമൻ. ആത്മപ്രസാരസുമുഖക്കലയാകലേശൈക്ഷാകുവം ചപതീരഗുരോർനിദേശയ തിഷ്ടം വനം തദൈതാനുജാഭിവേശ ദശകന്ധരാർത്തിമാച്ചൽ. 3 ശ്ലോകം രാമാവതാരം. ദശകന്ധരനെ കൊന്നു. യത്മാതാത് ഉദതി സമുദ്രലംഘനം ഉദതിരൂഢഭയാംഗവേഭോ മാർഗം തപത്തരിപുരം നിരവത്തി ദക്ഷോ ദൂരേ തുകൃന്മടിതരോഷദുശോണദൃഷ്ട്യാദാദപ്യമാനമകരോരകനക്രചക്ര. മത്സ്യം ഉരകം മുതലാറ്റൻ അടങ്ങിയ സമുദ്രത്തെ വറപ്പിച്ചു. നിരാവണവധം. ഭക്ഷത്തലസ്പർശരുഗ്ണമഹേന്ദ്രവാകദന്തർ വിളംബിത കകുപ്ചിഷ ഊടകാസം സദ്യോസവിസ്തകവിനേ ചരിതാരകർത്തുരവിസ്പോച്ചിതേ ധനുഷ ഉച്ചരിതോതി സൈന്യേ. ഭൂമേ സുരേതര വധൂരിതമിമത്തിതായ ക്ലേശവിവായ കലയാർജിത കൃഷ്ണകേശ. ബലരാമനും ശ്രീകൃഷ്ണനും. സിത കൃഷ്ണകേശ. കൃഷ്ണൻ കറുപ്പ്, സിതം വെളുപ്പ്. 2 മുടിയാണ്. വെളുത്ത മുടി ബലരാമനും കറുത്ത മുടി കൃഷ്ണനുമാണെന്നാണ് വിഷ്ണുവിൻ്റെ. ജാതക്കരിശ്യതി ജനാനുപലക്ഷ്യമാർഗം കർമാണി ജാത്മമയമോപനിബന്ധനാനി തോകേന ജീവകരണം മെതിലൂരികായാസൈമാസികത്ജപദാചകടോപവൃത്ത യത്തിങ്കനന്തരഗതേന ദിവസപ്രശോർവാ ഉന്മൂലനം തിരുതരാർജുനയോർഭാവ്യം ഉലൂകലബന്ധനം. യമളാർജുനബന്ധനം. യത്തേ ഭജ ഭജ പശൂൻ വിഷതോയ പീതാൻ കാളിന്തി. കാളിയമർദ്ദനം. പാലം തജീവേദ് അനുഗ്രഹദൃഷ്ട്യാ തച്ഛുദ്ധയെ. തച്ഛുദ്ധയെ ശുദ്ധി എന്നുള്ളത് വന്നാട്ടോ. ശുദ്ധി ചേർത്തിട്ട് ഛ എന്ന് വന്നത്. തത് പ്ലസ് ശുദ്ധിയാണ് തച്ചു എന്ന് വരുന്നത്. ചു ശരിക്കും അവിടെ ഇല്ല, ഷൂ ആണ് അവിടെ. ശുദ്ധി. തച്ചുദ്ധയേതി വിഷവീരവിലോലജക്കമുച്ചാടയിഷ്ടദുരകം നികരൻ കൃതിന്യാം തക്കർമ്മ ദിവ്യം ഇവ എന്ന് ചിന്തിച്ചയാനന്ദവാക്തിനാരുവനെ പരിതക്യമാനേ. ദാവാഗ്നിമോചനം കാട്ടുതീന്ന് രക്ഷിച്ചത്. ഉന്നേറ്റത് പരമതോപതിതാന്തകാലം നേത്രേ പിതായ സബലോനധിഗമ്യ വീര്യ ഗൃണ്ണീതയൽ ഇത് ബന്ധമമുഷ്യമാതാസുൽപം തദമുഷ്യമാതി ചിത്രംപദോത്തവദനേ ഭുവനാനി ഗോപീതം വിട്ടിടങ്കിതമനാ പ്രബോധിതാസീൻ നന്ദഞ്ചമൊട്ടതിഭയാത്വരണത്യവാസാൽ ഗോപാൻ ബിലേഷഭിഗിതാമയസൂനാജാന്യാപദം നിശയാനം മതിശ്രമേണ ലോകം ദിഗുണ്ടമുപനേക്ഷതി ഗോകുലത്മാ ഗോപേർമകേപതിഗതോ പ്രതിഹതേ ഗോപേർമകേപതിഹതേ വിപ്ലവായ ദേവേ വിവക്ഷതി വശം കൃപയാരിദക്ഷോ തർത്തോഞ്ജലീന്ദ്രം സപ്തദിനാനി ദത്തവർഷോ മഹീന്ദ്രമനേകരേ സലീലം. ഗോവർദ്ധനോദ്ധാരണം. ഉച്ചിലീന്ദ്രൻ കൂന് കയ്യിലെടുക്കുന്ന ലാഘവത്തിലാണ് ഭഗവാൻ ഗോവർദ്ധനം പൊന്തിച്ചത്. ക്രീഡൻ വനേനിശി നിശാകരരശ്മി വൈര്യ രശ്മി ഗൗര്യ രാസോന്മുഖ. രാസക്രീഡ. രാസോന്മുഖ കളപതായുധമൂർച്ഛിതേന ഉദ്ദീപിത സ്മരണുജാമൃതൂനാമർത്തുർ ഹരിഷതി ശിരോ ധനദാനുഗസ്യ. ശംഖചൂഡവധം.
ഏ ച പ്രലംബകരദുർത്തരകേശരിഷ്ടമല്ലേപകം തയമനാകുചപൊണ്ടകത്യ അന്നേഷസല്ല കപിബല്ലളിതന്തവക്തസ്തോട്ടചംബരവിദൂരതരുക്മിമുഖ്യ ഏവാമൃതേ സമൃദ്ധിചാലിനി ആലിന ആത്തജാപ കാംബോജമർത്ത ഗുരുകയകയസിഞ്ജയാത്യന്തദർശനമലം ബലപാർത്ഥഭീമമാജാഹ്വേന കരിണാനിലയന്തദീയം കാലേന മീരിതബ്ദിയാവമൃശ്യനീണാന്തോകായുഷാധികമോപരദൂരമാര ആവിർക്കിതത്തനുകം സഖി സത്യവത്യാം വേദത്രിമം വിടവശോ വിഭജിഷ്ടതേ സ്മാ വ്യാസാവതാരം സത്യവതിയിൽ വിദേവത്വിഷാം നിഗമപത്മനി നിഷ്ഠിതാനാംഭൂർവിസ്മയേന വിഗിതാവിരധിശ്ചതൂർഭീ ലോകാഘ്നതാമതി വിമോഹമതി പ്രലോഭം വേഷം നിധായ ബഹുഭാഷതോപധർമ്മ്യം യഹ്യാലേഷ വിടതാന്നഗരേ കഥാ പാഖണ്ഡിനോ തിജജനാവൃഷളാ നൃദേവാ സാഗാ തഥാ വഷട് ഈത്മികരോണയത്ത ഭവിഷ്യതി കലയർ ഭഗവാൻ യുഗാന്തെ കട്കി അവതാരം. വഷട് സ്വഥ മുതലായ മന്ത്രങ്ങൾ ഉച്ചരിക്കാത്ത കലികാലം എന്നർത്ഥം. സർഗേ തപോകമിഷയോ ന വൈ പ്രദേശ താനേ ച ധർമ്മമഖമന്നമരാമനീശ അന്തേ സുധർമ്മ അരമന്യവശാസുരാത്യാമായ വിഭൂത ഇമാപുരിശക്തിവാച വിഷ്ണോന് വീരഗണനാംഗതമോർഹദീഹ യപ്പാത്തിവന്നവി കവിർ ഇവമേരജാം തേ ചർക്കമ്പയ സ്വരം ഗതാ സ്കലതാതി പൃഷ്ട യത്മാൽ തിസാമ്യതനാദുരുകമ്പയാനം നാന്തം വിദംബകമമോ മുനയോ മുനയോ കൃജാത്തേ മായാബലത്തെ പുരുഷത്യകുതോപരേ ജായൻ ഗുണൻ ദശശതാനന ആദിദേവ ശേഷോധുനാഭി സമവസ്ഥിതിനാത്യപാരം യേഷാം തയേവ ഭഗവാൻ ദേദനന്ദർമാത്മനാശിതപദോ എരുതനുബളീകം തേതുത്തരാ അതിതരം ദിജദേവമായാം നൈഷാം മമാഗ്യം വിധിദീക്ഷത് കാലപക്ഷി. ഇവിടെ ഞങ്ങളുടെ അവതാരത്തിൻ്റെ മാഹാത്മ്യമാണ്. ശശികാലപക്ഷി കുറുക്കന്മാർ തിന്നു പോണ ശരീരത്തിൽ ഞാൻ എന്നും എൻ്റേതുമുള്ള അഭിമാനം നശിക്കും, ഭക്തന്മാർക്കതുണ്ടാവില്ല എന്ന് പറയുകയാണ്. വേദാഗഭംഗപരമസ്തയോഗമായാം യൂയംബവച്ച ഭഗവാനത ദൈത്യവര്യ പത്നി മനോസച്ച മനുശ്ച തദാത്മജാശ്ച പ്രാചീന ബർഗരുപരംഗോദത്വശ. വളരെ കുറച്ച് പേർക്ക് ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ. പിന്നെ അവരുടെ പേരാണ് ഇക്ഷാകുരൈള മുജുകുന്ദ വിദേഹഗാതിരംബരീഷ സഗര കേനാകുഷാത്യാമന്തലക്കശരധന്നുരന്തി ദേവാദേവപദോ ബലിരമൂർത്തരയോ ദിലീപാസു പെരുതങ്കശിബിദേവലപിപ്പലാശരഭൂരിഷേണ ഏന്യേ വിഭീഷണ അനൂപതുവേന്ദ്രദത്തപ്പാർത്താക്ഷിഷേണ വിദുരത്വദേവവര്യ തേവേ വിദന്ത്യതിതരന്തിജ ദേവമായാം ത്രീശൂദ്രഹൂണസപര അഭിപാപജീവ. പാപിഷ്ടരായാലും വേണ്ടിയ ഭഗവത്കഥ കേട്ട ഒരു ശുദ്ധി പ്രാപിക്കും. ത്രീശൂദ്രഹൂണസപര താഴ്ന്നവർ അഭിപാപജീവ യജ്ഞകർമ്മപരായണ ശീലചിട്ടാ തിര്യജ്ഞന അവികുമസ്വരധാരണായ തിര്യജ്ഞന. പക്ഷി ഹനുമാൻ ബിരൊന്നും മനുഷ്യർ പോലും എല്ലാത്തിലും താഴ്ന്നവരാണ്, അവർക്ക് രക്ഷ കിട്ടും. ശശ്ച പ്രശാന്തമഭയമ്പതി ബോധമാത്തഞ്ചുദ്ധം തരത പരമാത്മദത്തഞ്ചോനയത്ര പുരുകാരകവാങ്ക്രിയാർത്ഥോ മായാപരേത്യമുഖേത വിലജ്യമാന തത്തേ പദം ഭഗവത പരമസ്യ മുൻസോ ബ്രഹ്മേതിയൽ വിദുരചശ്രസുഖം വിശോകം സത്രജ്ഞയം മേധയോ യമകർത്തഹേതി ജക്യുസുരാടുവ നിപാനഖനിത്രമിന്ദ്ര. ഇന്ദ്രന് കൈക്കോട്ടെടുത്ത് കിണർ കുഴിക്കേണ്ടാത്തത് പോലെ വെള്ളത്തിന് വേണ്ടിയിട്ടേ ഭക്തിയുടെ അതിലങ്ങോട്ട് മുങ്ങിയാൽ പിന്നെ ശ്രേയസ്സിന് വേറെ മാർഗം വേണ്ട. സശേഷം അഭിവൂർ ഭഗവാൻ യഥോ സ്യാഭാവ സ്വഭാവ വിഹിതത പ്രതിദ്ധി ദേഹേ തഥാഗമേനുവിശീര്യമാണേ യോമേവ തത്ര പുരുഷോരവിശീര്യതേ ച സ്വയം ദേവി ദത്താദ ഭഗവാമിശഭാവന സമാസേന കരേരന്യനന്യത്മാതരതച്ചേലിതം ഭാഗവതം നാമേന്മേ ഭഗവതോദിതം സംഗ്രഹോയം ദിഭൂതിരന്തമേതദ്വിപുലീകുരോ യഥാഹരോ ഭഗവതി നാം ഭക്തിർഭവിഷ്യതി സർവാത്മന്നഖിലാധാരേ ഇരുസങ്കൽപ്യവർണയാ മായാം മണ്ണയതോ മുക്ഷൈശ്വരസ്യാനുമോദത ശുണ്ണത ശ്രദ്ധയാ നിത്യം മായാ മാ നമുഖ്യതി. ഓം തത്സത്തിരി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായാം ദ്വിതീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാദേ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.